പരദേവതകളെ പരദേവതകളെ കാത്തുകൊള്ളണേ. മോള് പോകാൻ റെഡിയായോ? പോവാൻ ഇറങ്ങിയതാ. യാത്രയ്ക്ക് മുമ്പ് പരദേവതയെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ. പരദേവതകളെ കാത്തുരക്ഷിക്കണേ. മോളെ ഇതാ. ഇതെന്താ മുത്തശ്ശ? ഇത് നമ്മുടെ പരദേവത പ്രസാദിച്ച ഭസ്മപ്രസാദമാണ്. യാത്ര പോകുമ്പോ നീ ഇത് കൂടെ കരുതണം. മോളെ ഇതാ. ഇത് നീ ഹോസ്റ്റലിൽ സൂക്ഷിച്ചു വെക്കണം. അതെന്തിനാ മുത്തശ്ശ? നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാ മോളെ. നിങ്ങള് പഠിക്കുന്ന കുട്ടികളല്ലേ, ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവും. ആ ഉപദ്രവങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാനാണ് ഇത് ഹോസ്റ്റലിൽ കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞത്. സൂക്ഷിച്ചു കൊണ്ടുപോണം, വഴിയിൽ നഷ്ടപ്പെടരുത്. ഇല്ല മുത്തശ്ശ, ഞാൻ സൂക്ഷിച്ചോളാം. എന്നാ പിന്നെ മോള് പോയിട്ട് വാ. ശരി മുത്തശ്ശ. ആരും എവിടെ നിൽക്കുമെന്ന് അറിയില്ലല്ലോ. ഞാൻ ഇറങ്ങും മുമ്പേ അവൻ പോയതാ. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. മേഡം, പോകുന്ന വഴി ആരെയോ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതെവിടെയാ? സ്ഥലം ഞാൻ പറയാം. അവൻ ഏത് സ്ഥലത്ത് നിൽക്കുന്നൊരു ഐഡിയ ഇല്ലല്ലോ. എനിക്കിപ്പോ നിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ ആവില്ല. എന്നെ അസ്വസ്ഥനാക്കുന്ന ആ ഭസ്മപുതി എടുത്ത് ദൂരെ കളയേ. ബൃന്ദേ, അതെടുത്ത് ദൂരെ കളയാൻ. ഈ ആരവിത് എന്തെടുക്ക? എവിടെയെങ്കിലും വണ്ടി നിർത്തി വെയിറ്റ് ചെയ്യാണോ? ഇനി അവൻ എന്റെ കൂടെ വരാതിരിക്കോ? നീ ഇത് കളയില്ലല്ലേ? എന്താ ചേട്ടാ? എന്താ സംഭവിച്ചേ? വണ്ടിയുടെ ടയർ പൊട്ടി. ടയർ പൊട്ടിയോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? മാഡം വിഷമിക്കണ്ട, സ്റ്റെപ്പിനുണ്ട്, മാറ്റിയിടാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാ പെട്ടെന്നാവട്ടെ. ആ, അയ്യോ, ബാഗ്. എന്റെ ബാഗ്. നീയോ? ബാഗ്. ആ, നിന്നെ കാണാത്തോണ്ടേ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു. അതിനെന്താ, ഇപ്പൊ തന്നെ ടെൻഷൻ മാറിയില്ലേ? അല്ല, നീ ഇവിടെ എപ്പോ എത്തി? ഞാനിവിടെ കുറെ നേരമായിട്ട് തന്നെ കാത്തു നിക്ക. അല്ല, വണ്ടിക്ക് എന്ത് പറ്റി? ആ, വണ്ടിയുടെ ടയർ പൊട്ടി. വണ്ടി നിയന്ത്രണം വിട്ട് മറിയേണ്ടതായിരുന്നു. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. നീ വാ.